ഒരിടവക എന്ന് പറയുന്നത് വിശ്വാസ സമൂഹമാണ്. ദൈവം വിളിച്ച് വേർതിരിച്ചതായുള്ളൊരു സമൂഹമാണ്. എന്തിനാണ് വിളിച്ച് വേർതിരിച്ചത്? ദൈവം വിളിച്ച് വേർതിരിച്ചത് തന്നെ സ്വന്തം ജനമായിട്ട് തീരുവാൻ, ഈ ലോകത്തെ പൗരോഹിത്യ ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ, അതേ അവസരത്തിൽ തന്നെ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയിലും കെട്ടുണ്ടയിലും അർത്ഥവത്തായിട്ട് പങ്കുകൊള്ളുവാൻ, ഈ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ദൈവം തമ്പുരാൻ നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ടതായുള്ള കാര്യങ്ങളാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്നത്. എല്ലാ വിശുദ്ധ കുർബാന ശുശ്രൂഷയുടെ അവസാനം വിശുദ്ധ സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായിൽ മുദ്രയിടപ്പെട്ടവരുമായുള്ളവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സമാധാനത്താലെ പോകുവാനായിട്ട് എല്ലാവരോടും പറയുന്നത്. അപ്രകാരം കർത്താവിനാൽ മുദ്രയിടപ്പെട്ടതായുള്ള നാം ഓരോരുത്തരും കർത്താവിൻ്റേതാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായുള്ള അവസരമാണ്. വിശുദ്ധ മാമോദീസായിൽ മുദ്രയിടപ്പെട്ടതായുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെ നാമത്തിൽ കർത്താവിൻ്റെ വകയായിട്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ വിളിച്ച് വേർതിരിച്ച് നിയോഗിച്ചിരിക്കുന്നു എന്നതിനെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയാവേണ്ടത്. അങ്ങനെ കർത്താവിൻ്റെ വിളി കേട്ടതായുള്ള ഓരോരുത്തരും കർത്താവിനെ ജീവിതത്തെ മുഴുവനായ ദൈവകരങ്ങൾ സമർപ്പിച്ചതായുള്ള ഓരോരുത്തരുമാണ് ഇന്ന് ഇടവേണ്ട അംഗങ്ങളായിട്ടുള്ള എല്ലാവരും തന്നെ എന്നത് ഞാൻ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കട്ടെ. എന്തിനാണ് നമുക്കൊരു ഇടവക പള്ളി ഒരുമിച്ച് കൂടി വന്ന് ആരാധിക്കുവാൻ തക്കൊണ്ട് നമുക്കൊരു സ്ഥലമുണ്ടാകണം എന്ന് നാം ആഗ്രഹിച്ചു, സഭയെ അറിയിച്ചു. സഭ നൽകിയതായിട്ടുള്ള ഈ സ്ഥലത്ത് അപ്രകാരം ഒരു നല്ല ദേവാലയം പണിയുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിട്ട് തീരുകയും ചെയ്തു. ദൈവം നമ്മെ ദൈവജനമായിട്ട് വേർതിരിച്ചതായിട്ടുള്ള അവസരമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ജനത്തിന് ദൈവസ്ഥാനത്ത് അനുഭവിപ്പാൻ തക്കവണ്ണം ദേവാലയത്തിൽ ചേർന്ന് വരുന്നതായുള്ള പതിവാണ് നമുക്കെല്ലാവർക്കും തന്നെ ഉള്ളത്. ഇവിടെ ദൈവത്തിൻ്റെ സ്ഥാനമുണ്ട്, ദൈവം ഇവിടെ സന്നിഹിതനായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതായിട്ടുള്ള അവസരം. വിശുദ്ധ കുർബാന ശുശ്രൂഷയിലൂടെ 12 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും തന്നെ കുർബാന കൈക്കൊള്ളുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അങ്ങനെ വിശുദ്ധ കുർബാന ശുശ്രൂഷയിലൂടെ കർത്താവുമായുള്ള സംസർഗം അനുഭവിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ ജനമാണ് നാം ഓരോരുത്തരും. കമ്മ്യൂണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ് ആൻഡ് മാസ്റ്റർ ഓഫ് ദി ലോക്കൽ പാരിഷ് കമ്മ്യൂണൽ റിലേഷൻഷിപ്പാണ്. കർത്താവുമായുള്ള സംസർഗം. കർത്താവ് പറഞ്ഞു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനെ മുന്തിരിയുള്ളിൽ വസിച്ചില്ലാതെ ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല എന്നത് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കായ്ക്കാത്ത കൊമ്പൊക്കെയും വെട്ടി ദൂരെ കളയുന്നതായിട്ടുള്ള കർത്താവാണ് നമ്മെ തന്നോട് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ആ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ കൊണ്ട് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ദിനംതോറും ഓർക്കുകയും കർത്താവ് എന്നിലും ഞാൻ കർത്താവിലും എന്നുള്ള ആത്മബന്ധത്തിൽ ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുകയുമാണ് നാം ഓരോരുത്തരും ചെയ്യുന്നത്. വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്കായി വളരെയധികം ആളുകൾ വന്ന് ചേരുന്നു എന്നത് തീർച്ചയായിട്ടും പ്രോത്സാഹജനകമായിട്ടുള്ള ഒന്നാണ്. കാലം ചെയ്ത യോഹന്നാൻ മാർത്തോമാ തിരുമേനിയുടെ കാലഘട്ടത്തിലൊക്കെ വളരെ കുറച്ച് ആളുകൾ മാത്രമേ കുർബാന കൊള്ളുകയുള്ളായിരുന്നുള്ളൂ. എന്നാൽ തിരുമേനി മുതലുള്ള അവസരങ്ങളിൽ എല്ലാവരും വിശുദ്ധ കുർബാന ക്രമമായിട്ട് വന്ന് കൈക്കൊള്ളുവാൻ തക്കവണ്ണം ഒരുങ്ങി വരണം എന്നത് പറയുന്നതായിട്ടുള്ള രീതിയുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് വളരെയധികം ആളുകൾ ഇപ്പോൾ വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്കായിട്ട് ദേവാലയത്തിൽ വരികയും കർത്താവുമായുള്ള സംസർഗം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുകയും ചെയ്യുന്നത്. എന്നാൽ അതിൽ തന്നെ ഒരന്തമല്ല ഒരു ഇടവക ജീവിതം എന്ന് പറയുന്നത്. അതിന് മറുവശമുണ്ട്. അതിൻ്റെ മറുവശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ചേർന്ന് വരുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അന്യോന്യം ബന്ധപ്പെട്ടതായുള്ള ആളുകളാണ്. എനിക്ക് തന്നെ ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായിട്ട് സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയുന്നതായുള്ള അവസരമാണ്. നോ വൺ ഈസ് ആൻ ഐലൻഡ്. എന്നാൽ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നാം വളരെ ഐസൊലേറ്റഡായി ജീവിക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നതായ വ്യക്തികൾ കൂടിയാണ്. ഇത് രണ്ടും നമ്മളുടെ ജീവിതത്തിൽ പാടില്ല. മറ്റാരും എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞ് ഒരു പ്രതിരോധ മതിൽ തന്നെ പണിയുന്നതായുള്ള രീതി, ഞാൻ ആരുടെയും ഒരു കാര്യത്തിലും പ്രവേശിക്കുകയില്ല എന്ന് പറയുന്നതായിട്ടുള്ള, ഇൻസുലേറ്റ് ചെയ്യുന്നതായിട്ടുള്ള അവസരങ്ങൾ, ഇങ്ങനെയുള്ളതായുള്ള സാഹചര്യത്തിൽ നിന്നൊക്കെ നമ്മൾ വിടുവിക്കുന്നതായുള്ള കർത്താവാണ്
ബന്ധപ്പെടുവാൻ്റെ കോണം, കൂട്ടായ്മ അനുഭവിപ്പാൻ്റെ കോണം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. ഇന്ന് അച്ഛന് രാവിലത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം പരസ്യം ചെയ്തതായിട്ടുള്ള അവസരത്തിൽ എല്ലാവരും തന്നെ കുട്ടികളടക്കം ഇവിടെ ഉണ്ടായിരിക്കണം എന്നൊരു അച്ഛൻ പറഞ്ഞത് ഞാൻ കേൾക്കുകയുണ്ടായി. കുട്ടികളുടെ ഇവിടെയുണ്ട്, സ്ത്രീകളുടെ ഇവിടെയുണ്ട്. എന്നാൽ പുരുഷന്മാരിൽ കുറച്ച് ആളുകളെ കാണാനായിട്ടില്ല. എവിടെ പോയെന്ന് എനിക്കറിയാനായിട്ട് പാടില്ല, എന്തിനു പോയെന്ന് എനിക്കറിയാനായിട്ട് പാടില്ല. എന്നാൽ അങ്ങനെയല്ല നമ്മൾ ഉണ്ടാവേണ്ടത്. നമ്മുടെ വരുന്നത് കുർബാന കൊള്ളാനായിട്ട് മാത്രമല്ല, ആരാധിക്കാനായിട്ട് മാത്രമല്ല, അന്യോന്യമുള്ള കൂട്ടായ്മ അനുഭവിക്കാനായിട്ട് സാധിക്കണം. അന്യോന്യം അറിയുന്നതിനായിട്ട്, സംസാരിക്കുന്നതിനായിട്ട്, കുശലപ്രശ്നം ചെയ്യുന്നതിനായിട്ടൊക്കെ ഇടയായിട്ട് തീരേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അതുകൊണ്ടൊരു ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരിക്കണം ഒരു ഇടവക കൂട്ടായ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ പ്രാർത്ഥനാ കൂട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒരു ചെറിയ ഏരിയയിലുള്ള ആളുകൾ അന്യോന്യം അറിയുന്നവരായി, അന്യോന്യം സഹായിക്കുന്നവരായി, അന്യോന്യം ഒരുമിച്ച് നിൽക്കുന്നവരായി എല്ലാം തീരുവാൻ്റെ കോണ ഇടയായിട്ട് തീരണം എന്നുള്ളതാണ്. കാറ്റും കോളും ഉള്ളതായിട്ടുള്ള സാഹചര്യത്തിൽ, ജീവിതത്തെ ആഞ്ഞ് ഉലയ്ക്കുന്നതായുള്ള സാഹചര്യത്തിൽ വീണു പോകാതിരിപ്പാൻ്റെ കോണം നമുക്ക് സാധ്യമായിട്ട് തീരുന്നത് ഈ കൂട്ടായ്മയുടെ ബലമാണ്. നമ്മളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അന്യോന്യം ക്ഷണിക്കുകയും അന്യോന്യം വരികയും ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കുകയും ചെയ്യുന്നതായുള്ള സാഹചര്യമാണ് നമുക്കുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മാമോദിസ ഉണ്ടെങ്കിൽ എല്ലാവരെയും അറിയിക്കും, എല്ലാവരും വരും. ഒരു മരണമുണ്ടെങ്കിൽ എല്ലാവരും അറിയും, എല്ലാവരും വരും. ഒരു വിവാഹം ഉണ്ടെങ്കിൽ എല്ലാവരും അറിയും, എല്ലാവരും വരും. ഒരു ഗൃഹപ്രവേശനം ഉണ്ടെങ്കിൽ അതറിയും, അതിനായിട്ട് എല്ലാവരും വരും. ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്ട് ചെയ്യുന്ന ഒരു രീതിയിലല്ല, പിന്നെയോ നമ്മളുടെ നിലനിൽപ്പ് തന്നെ ഈ കൂട്ടായ്മയിലാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അന്യോന്യം അറിഞ്ഞും സ്നേഹിച്ചും മനസ്സിലാക്കിയും പരസ്പര ധാരണയോടുകൂടി ജീവിക്കുക എന്നത് ഒരുമിച്ചുള്ള ജീവിതത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാകുന്നു. അത് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുവാൻ്റെ കൊണ്ട് എപ്പോഴും നമ്മളെ പരിശ്രമിക്കേണ്ടതായിട്ടുള്ള വസ്തുതയാണ്. ഒരു ഇടവക കൂട്ടായ്മയിൽ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്തതായിട്ടുള്ള ആളുകളുണ്ടാവരുത്. ഞാൻ എൻ്റെ ഇടവകയൊക്കെ സന്ദർശിക്കുന്ന അവസരത്തിൽ ഇടവകയിലെ ചുമതലക്കാരെ പരിചയപ്പെടുന്നതായിട്ടുള്ളൊരു രീതിയുണ്ട്. അങ്ങനെ പരിചയപ്പെടുന്ന അവസരത്തിൽ ഇടവക വൈസ് പ്രസിഡന്റിനോട് ഞാൻ ചോദിക്കും, ഈ ഇടയിലുള്ള എല്ലാ ഭവനങ്ങളിലും പോയിട്ടുണ്ടോ? അറിയാമോ എന്നുള്ള ഞാൻ ചോദിക്കും, പോയിട്ടുണ്ടോ? ഒരു ഇടവയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് ഇടവയെ പ്രതിനിധീകരിക്കുന്നതായുള്ള ഒരാളാണ്. വീടുകളിൽ പോകുന്നതിനായിട്ടും അവരെ പരിചയപ്പെടുന്നതിനായിട്ടും അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുന്നതിനായിട്ടും എല്ലാം സാധ്യമായിട്ട് തീരുന്നതായുള്ളൊരു അനുഭവമായിരിക്കണം. ക്രൈസ്തവ സമിതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു സ്ഥാനത്തിൻ്റെയും മാനത്തിൻ്റെയും അധികാരത്തിൻ്റെയും പദവിയല്ല, പിന്നെയോ ദൈവസന്നിധിയിലെ വിനയത്തോടുകൂടി ശുശ്രൂഷ അനുഷ്ഠിക്കുന്നതായുള്ള ഒരു കൂട്ടം ആളുകളുടെ കൂടിവരവാണ്. അതുകൊണ്ടാണ് ഒരു സമിതി എന്ന് തന്നെ നാം പറയുന്നത്. ക്രൈസ്തവ സമിതി എന്നാണല്ലോ നാം പറയുന്നത്. അങ്ങനെ ഒരുമിച്ച് കൂടി വരുന്നതായുള്ളൊരു സമൂഹമാണ്. എന്നാണ് ചെയ്യേണ്ടത്? സ്ഥാനവും മാനവും കാക്ഷിച്ച് മാറിയിരിക്കുന്നതല്ല ഒരാളായിട്ടല്ല, പിന്നെയോ ഇറങ്ങിച്ചെന്ന് ആളുകളുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി ആളുകളോട് ഒന്നിച്ച് നിൽക്കുന്നതായിട്ടുള്ള ആളുകളായിട്ട് തീരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ക്രൈസ്തവ സമിതി എന്ന് പറയുവാൻ്റെ കൊണ്ടിടയാവേണ്ടത്. അതുകൊണ്ട് അന്യോന്യം സ്നേഹിക്കുന്നവരായി, കരുതുന്നവരായി, കൂട്ടായ്മ നൽകുന്നവരായി ജീവിപ്പാൻ്റെ കോണം നമുക്ക് ഇടയായിട്ട് തരണം. അത് പള്ളിക്കുള്ളിലും പള്ളിക്ക് പുറത്തുമെല്ലാം ആ ഒരു സ്വഭാവം നിലനിർത്തുവാൻ്റെ കോണം നമുക്ക് ഇടയായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ ജനം എന്നുള്ളതായുള്ള രീതിയിലുള്ള നല്ല സാക്ഷ്യം നിറവേറ്റുവാൻ ദൈവം നമുക്ക് നൽകുന്നതായുള്ളൊരു അവസരം കൂടിയാണ് അത് എന്നത് മറന്നു പോകുവാനായിട്ട് ഇടയാവരുത്. നമ്മളുടെ ഇടവകയിൽ പല പ്രായത്തിലുള്ള ആളുകളുണ്ട്. മറ്റ് ഈ പാരാ റിലീജിയസ് കമ്മ്യൂണിറ്റിയുമായുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എല്ലാവർക്കും അന്യോന്യം ബന്ധപ്പെടുവാൻ ഇടയായിത്തീരുന്ന പ്രായഭേദമന്യേ, ലിംഗഭേദമന്യേ ഒരുമിച്ച് ചേർന്ന് വരുവാനായിട്ട് കഴിയുന്നതായിട്ടൊരു സമൂഹമാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഭേദമൊന്നും കൂടാതെ ചേർന്ന് വരുന്നു എന്ന് പറയുന്നത്? നമ്മളെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവരും വീണ്ടെടുക്കപ്പെട്ടതായുള്ള ജനതയും നിത്യജീവൻ്റെ അവകാശികളുമാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ അംശങ്ങളായിട്ട് തീരേണ്ടതായുള്ള നാം ഓരോരുത്തരും ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായിട്ട് തീരുക എന്നതത്രേ
ഏറെ ആവശ്യമായിരിക്കുന്നത്. നമ്മളുടെ ഇടവേല പ്രകാരം പ്രായഭേദമന്യേ എല്ലാവരും ഉണ്ട് എന്ന് പറയുന്ന അവസരത്തിൽ ഒന്നാമത്തെ നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ടതായിട്ടുള്ള ചിന്തയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇവിടെ മുമ്പിൽ കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ കുഞ്ഞുങ്ങളെല്ലാം ഒരു 10 വർഷം കഴിയുമ്പോൾ, ഒരു 15 വർഷം കഴിയുമ്പോൾ ഇടവയുടെ ചുമതലകളിലേക്ക് പ്രവേശിക്കേണ്ടതായ ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഈ ഇടവയുടെ സ്വന്തമാണ്. ഈ ഇടവയെ അറിയുകയും സ്നേഹിക്കുകയും ഇടവയിൽ വളർന്നു വരികയും ചെയ്യുന്നതായിട്ടുള്ള അനുഭവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുവാൻ്റെ കൊണ്ടിടയായിട്ട് തീരണം. എൻ്റെ മുമ്പിലിരിക്കുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങൾ മാത്രമല്ല ഈ ഇടവയിലുള്ളത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മാതാപിതാക്കളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വീട്ടിൽ ഉറക്കി കിടത്തിയിട്ട് വരിക എന്നുള്ളതല്ല, കുഞ്ഞുങ്ങളെയും കൊണ്ട് ദേവാലയത്തിൽ വരുന്നതിനായിട്ട് സാധിക്കണം. ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങൾക്കും സ്ഥാനമുണ്ട്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വരുന്നതായുള്ളൊരു ആരാധനാ സമൂഹമായിട്ടാണ് ആരാധനാ സമൂഹത്തെയും കാണപ്പെടേണ്ടത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പള്ളിയിലാക്കിയിട്ട് അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ അയച്ചിട്ട് വരിക എന്നുള്ളതല്ല, എല്ലാവരും കൂടെ ചേർന്ന് വന്ന് ആരാധിക്കുന്നതായിട്ടുള്ള ആളുകളായിരിക്കണം. സൺഡേ സ്കൂൾ അധ്യാപകർ എന്ന് പറയുന്നതും ഇവിടെ ആരാധനയിൽ സംബന്ധിക്കുന്നതായിട്ടുള്ള ആളുകളായിരിക്കണം. സൺഡേ സ്കൂൾ അധ്യാപകർ എന്ന് പറഞ്ഞതിന് ശേഷം മാറി നിൽക്കേണ്ടതായിട്ടുള്ള ആളുകളില്ല. പിന്നെ അവർ ഒരുമിച്ച് ചേർന്ന് വന്ന് ദൈവത്തെ ആരാധിക്കുന്നതായിട്ടുള്ള ആളുകളായിട്ട് തീരണം. നമ്മളുടെ ഇന്നുള്ള ക്രോസ് സെക്ഷൻ ഓഫ് ദി പീപ്പിൾ കമ്മ്യൂണിറ്റിയിൽ പിന്നീട് കൂടുതൽ ആൾക്കാരെ കാണാനായിട്ട് കഴിയുന്നത് വയോജനങ്ങളായിട്ടുള്ള ആളുകളാണ്. പ്രായമേറുന്നതായിട്ടുള്ള ആളുകൾക്ക് ഓരോരോ അവസരത്തിൽ ആവശ്യമായിട്ടുള്ളത് എന്തെന്ന് നോക്കിക്കണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ്റെ കോണം ഇടവക താല്പര്യപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് യുവജനങ്ങളാണെങ്കിലും പ്രായമുള്ളതായിട്ടുള്ള വിവാഹിതരായിട്ടുള്ള ആളുകളാണ്, യങ് കപ്പിളാണെങ്കിൽ തന്നെയും ഒരു പ്രായമുള്ള ആളെ പള്ളിയിലേക്ക് കയറി വരുന്നതായുള്ള അവസ്ഥയിൽ കയറ്റി കൊണ്ടുവരുവാനായിട്ടും ഇരിക്കേണ്ടടുത്ത് കൊണ്ട് ഇരുത്തുന്നതിനായിട്ടും ആരാധനയിൽ അവർക്ക് മുഖ്യമായിട്ടുള്ള സ്ഥാനം നൽകി എന്നത് മനസ്സിലാക്കുന്നതിനായിട്ടൊക്കെ ഇടയായിട്ട് തീരണം. കുറേയൊക്കെ കഴിയുന്നതായുള്ള അവസരത്തിൽ പ്രായമുള്ള ആളുകൾക്ക് പിന്നെ തന്നെ നടക്കുന്നതിന് പ്രയാസമായിട്ട് വരും. അതുകൊണ്ട് മുമ്പോട്ട് വന്ന് മുട്ടുകുത്തുന്നതിനായിട്ടോ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതിനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല. അവർക്ക് ഇരിക്കുന്നതായുള്ള ഇരിപ്പിടത്തിൽ കൊടുക്കുവാൻ്റെ കോണമുള്ള ക്രമീകരണം നമുക്ക് ചെയ്യാനായിട്ടിടയാണ്. മുമ്പിൽ വന്ന് ഇരിക്കുവാൻ്റെ കോണം, ഇരുത്തുവാൻ്റെ കോണമൊക്കെ നമ്മൾ സഹകരിക്കേണ്ടത് ആവശ്യമാണ്. അതേ അവസരത്തിൽ തന്നെ ചേർന്ന് വരുന്നതായിട്ടുള്ള ആളുകൾക്ക് അധികം നേരം ഒരുമിച്ച് ഇരിക്കുന്നതിനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഇരിക്കുന്നതിനായിട്ട് എഴുന്നേൽക്കുന്നതിനായിട്ടുള്ള സമയങ്ങളൊക്കെ എപ്പോഴൊക്കെയാണ് എന്നത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ക്രമീകരണം ചെയ്യുന്നതിനായിട്ടും ദീർഘമായുള്ളൊരു ശുശ്രൂഷയ്ക്കായിട്ടല്ല, പിന്നെ ഹ്രസ്വമായുള്ള ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുന്നതായിട്ടുള്ള ഒരു സാഹചര്യമായി ഈ ആധുനിക കാലത്ത് നാം ആയിത്തീരേണ്ടത് ആവശ്യമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ 3 മണിക്കൂറുകളാണ് ആരാധനയ്ക്ക് വേണ്ടി വേർതിരിച്ചു കൊണ്ടിരുന്നത്. അന്ന് കർഷകരായിരുന്നു, അങ്ങനെ വരുന്നതിനും സമയം ഇരിക്കുന്നതിനുമൊക്കെ സമയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല. ഇന്ന് വളരെ തിരക്കേറിയതായിട്ടുള്ള ജീവിതത്തിലാണ് എല്ലാവരും, പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഇന്ന് ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുകൊണ്ട് സമയം ഹ്രസ്വമായിട്ടുള്ള ആരാധനയ്ക്കായിട്ട് എടുക്കുന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോകുവാൻ്റെ കൊണ്ട് നമുക്ക് സാധ്യമായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. നമ്മളുടെ വയോജനങ്ങൾ അവർക്ക് ചിലപ്പോൾ നടക്കുന്നതിനായിട്ട് പ്രയാസം വരും. അവരെ നടത്തിക്കൊണ്ട് വരിക, അവരെ വീൽ ചെയറാണെങ്കിൽ വീൽ ചെയർ കൊണ്ടുവരിക, അവർക്ക് പോയി കിടക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ടെങ്കിൽ കിടക്കുവാനായിട്ട് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ഇടവക ചെയ്തുകൊണ്ടിരിക്കുന്നതായുള്ള ശുശ്രൂഷ രംഗങ്ങളാണ് എന്നത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ആരും ഇനിയും വയസ്സരാകുകയില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതായുള്ള ആവശ്യം, എല്ലാവരും വയസ്സരാകും. അങ്ങനെ വയസ്സ് എന്ന ഓരോരോ രംഗങ്ങൾ കൊണ്ട് മാത്രമേ നമുക്കെല്ലാം കടന്നു പോകുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. മരിക്കുന്നതായുള്ള അവസരം മരിച്ചു എന്ന് പറയുന്നത് മാത്രമല്ല ആവശ്യം, മരിക്കുന്നതിന് മുമ്പേ തന്നെ നൽകേണ്ടതായുള്ള സ്നേഹവും കരുതലും ഒക്കെ നൽകി കൊടുക്കുവാനായിട്ട് നമുക്കിടയായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. എൻ്റെ ആവശ്യങ്ങളെ മനസ്സിലാക്കി സഹായിക്കുന്ന വ്യക്തികളായിട്ട് ഇടവയിൽ ജീവിപ്പാൻ തക്കവണ്ണം ഈ കാലഘട്ടത്തിൽ നമുക്കിടയായിട്ട് തീരണം എന്നത് ഈ അവസരം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലോകത്തിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് നമ്മുടെ താലന്തുകളൊക്കെ വിനിയോഗിക്കുവാനായിട്ടാണ്. താലന്തുകളെ വികസിപ്പിച്ചെടുക്കുന്നതിനായിട്ടും അതേ അവസരത്തിൽ തന്നെ ആ എടുക്കുന്നതായുള്ള താലന്തുകളിലൂടെ അവർക്ക് പ്രയോജനകരമായുള്ള ശുശ്രൂഷ ചെയ്യുവാനായിട്ടൊക്കെയുള്ള ഇടം നൽകിക്കൊടുക്കുക എന്നത് ഇടവയുടെ ദൗത്യമാണ്. അത് ഈ കാലഘട്ടത്തിൽ സാധ്യമായിട്ട് തീരുന്നുണ്ടോ എന്നത് നാം ചോദിക്കണം. ബെൻ കാർസൺ എന്ന് പറയുന്നതായുള്ളൊരു ഡോക്ടർ, ന്യൂറോ സർജനാണ്. 33-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് തോന്നുന്നു, ന്യൂറോ സർജറിയിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് തോന്നുന്നു. എങ്ങനെ ആർക്ക് സാധിക്കും?
ഇവിടെ ഇരിക്കുന്ന ആർക്കും തന്നെ 33-ാമത്തെ വയസ്സിൽ ഒരു സെക്ഷനിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായി തീരുവാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിസമർത്ഥനായിട്ടുള്ളൊരു ഡോക്ടറായിരുന്നു. ഈ ബെൻ കാസിന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പശ്ചാത്തലമൊക്കെ നോക്കുകയാണെങ്കിൽ അമ്മ അധികമൊന്നും പഠിച്ചതായിട്ടുള്ള ആളായിരുന്നില്ല. വീട്ടു ജോലിക്കായിട്ടൊക്കെ പോയാണ് മക്കളെ വളർത്തിക്കൊണ്ടിരുന്നത്. ഭർത്താവെ ഉപേക്ഷിച്ചൊക്കെ പോയി, പ്രയാസ സാഹചര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് പോയി. എന്നാൽ ദൈവം തനിക്ക് നൽകിയതായിട്ടുള്ള 2 മക്കളെ ദൈവസന്നിധിയിൽ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ജീവിതത്തെ സമർപ്പിച്ചതായുള്ളൊരു വ്യക്തിയായിട്ട് ഈ ബെൻ കാസിൻ്റെ അമ്മ തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഓരോ വീടുകളിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ആളുകളൊക്കെ ഉന്നതമായുള്ള സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വരുവാൻ ഇടയായിത്തീരുന്നതൊക്കെ നോക്കിക്കണ്ട് മനസ്സിലാക്കിയതായിട്ടുള്ള അവസരത്തിൽ വീട്ടിൽ വന്ന 2 കുഞ്ഞുങ്ങളെ അടുക്ക വിളിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, നമുക്ക് സ്വന്തമായിട്ടൊന്നും തന്നെയില്ല. നിങ്ങളുടെ ജീവിതവും നിങ്ങൾക്ക് പഠിച്ചുയരുവാനായിട്ട് കഴിയുന്ന സാധ്യതകളും മാത്രമാണ് ജീവിതത്തിന് മുമ്പിലുള്ളത്. അതുകൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളുടെ TV കാണുന്നതായുള്ള സമയമൊക്കെ നിർത്തണം. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഡിജിറ്റൽ വേൾഡിൽ ഈ സെൽഫോണുമായിട്ടൊക്കെ ജീവിക്കുന്നതായുള്ള സമയമൊക്കെ ഒന്ന് ചുരുക്കണം. അരമണിക്കൂറിക്കുള്ളൊന്നും സെൽഫോൺ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേരും അതനുസരിക്കുമെന്ന് എനിക്കറിയാനായിട്ട് പാടില്ല. എനിക്ക് തന്നെ പ്രയാസമായിട്ട് വരുന്നുണ്ട്. അരമണിക്കൂർ കൊണ്ടൊന്നും തീരുകയില്ല. അതുകൊണ്ട് അതുപോലെ മെസ്സേജസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ TV ഒന്നും കാണരുത്. എന്നാൽ അതിന് പകരമായി ഇവിടെ അടുത്തുള്ളതായുള്ള ലൈബ്രറിയിൽ പോയി ആഴ്ച തോറും 2 പുസ്തകങ്ങൾ വായിച്ച് തീർക്കണം. ആഴ്ച തോറും 2 പുസ്തകങ്ങൾ വായിച്ച് തീർക്കണം. അമ്മ പറഞ്ഞത് കേൾക്കുന്നതിന് ആദ്യമൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നെങ്കിലും TV കാണരുതെന്നല്ലേ പറഞ്ഞത്. കളിക്കാൻ പോകാനൊക്കത്തില്ല, കളികൾ ഒന്നും തന്നെ എൻ്റർടൈൻ ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ജീവിതത്തെ ശിക്ഷണത്തിലൂടെ വളർത്തേണ്ടതായുള്ള ആവശ്യകതയുണ്ട് എന്നത് മക്കളോട് പറയുകയാണ്. അവരതനുസരിച്ച് തൽഫലമായിട്ട് ഓരോ ക്ലാസ്സിലും പ്രഗത്ഭരായിട്ട് ഉയർന്നു വരുവാൻ്റെക്കോണം ഇടയായിട്ട് തോന്നുന്നു. നല്ല നല്ല മാർക്കുകൾ വാങ്ങിക്കുന്നതിനായിട്ട് സാധിച്ചു. അതിലൊരാൾ എൻജിനീയറായി, ഒരാൾ ഡോക്ടറായി. ഇപ്പോൾ ഡോക്ടറായിട്ടുള്ള ബെൻ കാസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ന്യൂറോ സർജറിയിൽ പ്രഗത്ഭനായിട്ട് തീർന്നതായിട്ടുള്ള അവസരം അദ്ദേഹത്തെ 100-ലധികം അവാർഡുകളൊക്കെ നൽകിയാണ് അദ്ദേഹത്തെ ഈ ലോകം തന്നെ സ്വീകരിച്ചത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ന്യൂറോ സർജൻ ആയതുകൊണ്ട് ബ്രെയിനിലുള്ള ട്യൂമറുമൊക്കെ കണ്ടെത്തുന്നതിനായിട്ടും സർജറി നടത്ത ബ്രെയിനിന് ട്യൂമറൊക്കെ മാറ്റുന്നതിനായിട്ടൊക്കെ വിദഗ്ധനായിട്ടുള്ളൊരു ഡോക്ടറാണ്. ഒരിക്കലൊരു കുട്ടിയെയും കൊണ്ട് മാതാപിതാക്കൾ ബെൻ കാസിൻ്റെ അടുത്ത് വന്നു. സാധാരണയായിട്ട് എല്ലാ സ്പെഷ്യലിസ്റ്റും ഇങ്ങനെയൊക്കെ നോക്കുന്നതായുള്ള അവസരം അവരുടെ കീഴിലുള്ളതായ ഡോക്ടറോട് പറയും, പ്രാഥമിക കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി റിപ്പോർട്ടൊക്കെ തയ്യാറാക്കണം. ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷമാണ് പിന്നീട് സർജന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് വരുമ്പെടുന്നത്. അങ്ങനെ ഈ കൊണ്ടുവന്നതായുള്ള ആ കുഞ്ഞിൻ്റെ കണ്ണുകളൊക്കെ 2 സൈഡിലേക്കാണ് നോക്കുന്നത്. ഒന്നിങ്ങോട്ട് നോക്കും, ഒന്നിങ്ങോട്ട് നോക്കും. അതുപോലെ തന്നെ വായിൽ നിന്ന് ഉമിനീര് ഇറങ്ങി പുറത്തേക്ക് വരുന്നതായിട്ടുള്ള വികൃതമായിട്ടുള്ളൊരു ഭാവം ഈ കുഞ്ഞിനെ കൊണ്ടാണ് അവിടെ വന്നത്. അവിടെ വന്നതായിട്ടുള്ള അവസരത്തിൽ ഡോക്ടറെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ നോക്കിയതിന് ശേഷം പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഈ കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ പൊയ്ക്കോളൂ. ആ കുഞ്ഞ് ദൈവനിശ്ചയപ്രകാരം മരിച്ച് അടക്കപ്പെടുന്നതായുള്ള സാഹചര്യത്തിലല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നതിനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വന്നതായുള്ള മാതാപിതാക്കൾ ഭക്തരായിട്ടുള്ള ആളുകളാണ്. ആ ആളുകൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ദൈവമാണ് ഞങ്ങളെ നിൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്. ദൈവമാണ് ഞങ്ങളെ നിൻ്റെ അടുത്തേക്ക് അയച്ചത്. ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ഇത് പറഞ്ഞതായുള്ള അവസരത്തിൽ അദ്ദേഹം എക്സ്റേ ഒന്നുകൂടെ നോക്കി ആ കുഞ്ഞിൻ്റെ ബ്രെയിൻ ഒന്നുകൂടെ തുറക്കാം എന്നതൊക്കെ പറഞ്ഞു. തുറന്നൊക്കെ നോക്കിയതായുള്ള അവസരത്തിൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. അത് അടച്ചതിന് ശേഷം വീണ്ടും മാതാപിതാക്കളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, കുഞ്ഞിനെ കൊണ്ടങ്ങ് പൊയ്ക്കോളൂ എന്ന് പറയുകയുണ്ടായി. പിന്നെ അവർ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഡോക്ടറെ, അങ്ങനെയല്ല, ദൈവം ഞങ്ങളെ നിൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നതായുള്ള അവസരത്തിൽ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ദൈവനിശ്ചയം എന്താണെന്നത് മനസ്സിലാക്കി നിന്നാലാവത് ചെയ്യണം എന്നത് ബെൻ കാസിനോട് പറയുകയുണ്ടായി. ബെൻ കാസിന് ഈ മാതാപിതാക്കളുടെ വാക്കുകളൊക്കെ കേട്ടതായുള്ള അവസരത്തിൽ ഒരു രീതിയിൽ അങ്ങ് അമ്പരന്ന് നിന്നുപോയി. എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതായുള്ള വാക്കുകൾ, എന്താണ് ദൈവം എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറയുന്ന അസാധ്യമായുള്ള കാര്യങ്ങളുടെ നടുവിൽ
ദൈവത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇതെല്ലാം തന്നെ മനസ്സിൽ കൂടെ കടന്നുപോയതായിട്ടുള്ള ചോദ്യങ്ങളാണ്. ആ റിപ്പോർട്ട് ഒരിക്കൽ കൂടി എടുത്തതിന് ശേഷം അദ്ദേഹം ഈ ബ്രെയിൻ തുറന്ന് അകത്തേക്ക് നോക്കിയ അവസരത്തിൽ ട്യൂമർ വന്ന് ഈ ബ്രെയിനെ പ്രസ് ചെയ്യുന്നതായിട്ട് കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ആ ട്യൂമർ ഒന്ന് താഴേക്ക് ഒന്ന് കൈകൊണ്ട് തന്നെ മാറ്റിയതിന് ശേഷം എന്തെങ്കിലും വ്യത്യാസം ഈ കുഞ്ഞിൽ വരുമോ എന്ന് നോക്കുന്നതായുള്ള അവസരത്തിൽ കുഞ്ഞിന് പ്രത്യേകമായുള്ള ചലനമുണ്ടായി. കുഞ്ഞിനെ പ്രത്യേകമായുള്ള രീതിയിൽ ജീവിക്കുന്നതിനായിട്ടൊക്കെ ഇടയാകുന്നു എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ ഡോക്ടറെ ദൈവത്തിൻ്റെ സന്നിധി മനസ്സിലാക്കി ഇപ്പോൾ ആവശ്യമായിരിക്കുന്നത് ഈ ബ്രെയിൻ സെല്ലിനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ട്യൂമറെ മുഴുവനായിട്ട് എടുത്ത് മാറ്റണം. അങ്ങനെ ബ്രെയിൻ റിലീവ് ചെയ്യുന്നതായിട്ടുള്ള അവസരം മാത്രമേ ഈ കുഞ്ഞിനെ സൗഖ്യം വരികയുള്ളൂ എന്നത് മനസ്സിലാക്കുകയും അതിനായിട്ട് ഒരുമ്പെടുകയും ചെയ്തു. അപ്രകാരം ഈ ബെൻ കാർസൺ ബ്രെയിനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നതായുള്ള ട്യൂമറെ എടുത്ത് മാറ്റിയതായുള്ള അവസരത്തിൽ കുഞ്ഞിനെ സൗഖ്യമായി ആ കുഞ്ഞിനെ മാതാപിതാക്കളെ വീണ്ടും ഏൽപ്പിക്കുന്നതിന് ഇടയായിട്ട് തീരുകയും ചെയ്തു. ദൈവം തന്നിൽ പ്രവർത്തിച്ചതായുള്ള അത്ഭുതത്തെ കണ്ട് മനസ്സിലാക്കി ബെൻ കാർസൺ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞു, ദൈവമേ, ഞാൻ ഇതുവരെ എനിക്ക് നീ നൽകിയതായുള്ള സാമർഥ്യത്തിൽ ആശ്രയിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി അങ്ങനെയല്ല, ഇനി നീ തന്നെ എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുക്കണം. എൻ്റെ കയ്യിലിണങ്ങിയ കൈകളായിട്ട് തീരുക എന്ന് മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ എന്നത് പറയുകയുണ്ടായി. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായുള്ള ഒരു ഓൺകോളജിസ്റ്റ്, ക്യാൻസർ രോഗം വരുന്നതായുള്ള ആളുകളെയൊക്കെ ശുശ്രൂഷിക്കുന്നതായുള്ള ഒരാൾ ഇതേ കണ്ടതായുള്ള അവസരത്തിൽ പറഞ്ഞു, ഞാൻ ഇതുവരെ ഒരു എത്തീസ്റ്റാണ്, ഞാൻ ഇതുവരെ ദൈവം ഉണ്ടോ എന്ന് വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ എനിക്ക് ബോധ്യമായി ദൈവം ഉണ്ട്, ദൈവം പ്രവർത്തിക്കുന്നു എന്നത്. ജീവിതത്തിൻ്റെ വളരെയധികം പ്രയാസമേറിയതായുള്ള ഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവസാന്നിധ്യം നമുക്ക് കൈപ്പേറിയതായിട്ട് തോന്നും. എന്നാൽ കൈപ്പേറിയതായുള്ള ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലും ദൈവം നമ്മെ നടത്തുമെന്നുള്ള പരിപൂർണമായുള്ള വിശ്വാസത്തിൽ ദൈവസന്നിധിയിൽ ജീവിപ്പാൻ്റെ കൊണ്ടമാണ് നമുക്ക് ഇടയായിട്ട് തീരേണ്ടത്. തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവരി ക്രൂശിൽ പരമയാഗമായിട്ട് അർപ്പിച്ചതായുള്ള അവസരത്തിൽ ആ ജീവിതം മുഴുവനായിട്ടങ്ങ് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്, മുഴുവനായിട്ട് ക്രൂശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മരിച്ചു എന്നത് യാഥാർത്ഥ്യമായിട്ട് തീരുന്നത്. ജീവിതം വട്ടപൂജ്യമായിട്ട് തോന്നുന്നു എൻ്റെ അർത്ഥം. എന്നാൽ ദൈവം അത് കൈവിട്ടില്ല. ദൈവം ആ രംഗത്ത് നിന്ന് മരിച്ചയിടയിൽ നിന്ന് തൻ്റെ ഏകജാതനായ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ പുനരുദ്ധാനം ചെയ്തതായുള്ള കർത്താവാണ് ഞാൻ എക്കാലവും ലോകാവസാനത്തോളം നിങ്ങളോട് കൂടി ഉണ്ട് എന്ന് നമ്മോട് പറയുവാനൊക്കെയാണ് ഇടയായിട്ട് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യമാണ് ജീവിതത്തിൽ എപ്പോഴും അനുഭവിപ്പാണ്ടൊക്കെയാണ് ഇടയാകേണ്ടത്. ലോകത്തിൻ്റേതായുള്ള സാമർഥ്യമല്ല, മനുഷ്യരുടേതായിട്ടുള്ള വഴികളുമല്ല, ദൈവത്തിൻ്റേതായുള്ള വഴികൾ എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവകരങ്ങൾ നമ്മെ തന്നെ സമർപ്പിച്ച് ജീവിപ്പാൻ ഇടയായിത്തീരുന്ന വിശ്വാസ ജീവിതമാണ് നമുക്കെല്ലാവർക്കും ഏറെ ആവശ്യമായിരിക്കുന്നത്. ഈ ഇടവദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയുന്നതിനായിട്ടുള്ളത്, വിശ്വാസികളുടെ ഒരു സമൂഹമാണ് ചേർന്ന് വന്നിരിക്കുന്നത്. എന്നാൽ ആഴത്തിൽ വിശ്വാസമുള്ളവരായി, ദൈവത്തെ മുറുകെ പിടിക്കുന്നവരായി, ദൈവമാണ് എനിക്ക് ശരണമായിട്ടുള്ളത് എന്ന് തീർത്തും മനസ്സിലാക്കുന്നവരായി ദൈവമക്കളായിട്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ നമുക്കിടയായിട്ട് തീരണം എന്നുള്ളതാണ്. അപ്രകാരം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വാഴ്ത്തുകയും തലമുറകളിലൂടെ യഹോവ എത്ര നല്ലവനെന്ന് നിരൂപിച്ചറിയുവാൻ്റെ കോണം നമ്മളുടെ ഇടവക ജീവിതം നമുക്ക് സഹായമായി തീരുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ.